പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പലപ്പോഴും നാം ഉത്കണ്ഠാകുലരും അരക്ഷിതരുമായി തീരാറുണ്ട്. ഈ ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നാം വേവലാതിപ്പെടുന്നു. എന്നാൽ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഭയപ്പെടാനല്ല, മറിച്ച് ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കാനാണ്. പുറപ്പാട് 14:14 കർത്താവ് പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി എന്ന്. ഈ വാക്കുകൾ ഇസ്രായേൽ ജനത ചെങ്കലിൻ്റെ മുന്നിൽ ഭയന്നു നിന്നപ്പോൾ ദൈവം നൽകിയ ഉറപ്പാണ്. പുറകിൽ ഫറവോയുടെ സൈന്യം, മുന്നിൽ അഗാധമായ കടൽ. മാനുഷികമായി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അപ്പോൾ ദൈവം അവരോട് പറഞ്ഞത്, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടും എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ചെങ്കടലുകൾക്ക് മുന്നിൽ നാം തളർന്നു പോകാറുണ്ടോ? സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നിവ നമ്മെ വലയ്ക്കുമ്പോൾ ഈ വചനം ഓർമ്മിക്കുക, ദൈവം നമ്മുടെ പക്ഷത്താണ്. സങ്കീർത്തനം 46:10 വീണ്ടും പറയുന്നു, നിങ്ങൾ അടങ്ങിയിരിക്കുവീൻ, ഞാൻ ദൈവമാണെന്ന് അറിയുവിൻ. ഇത് നമ്മെ ശാന്തതയിലേക്ക് ക്ഷണിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ്. ലോകം ഇളകി മറിയുമ്പോഴും നാം ഭയപ്പെടേണ്ടതില്ല, കാരണം സർവശക്തനായ ദൈവം നമ്മോടൊപ്പമുണ്ട്. ഉത്കണ്ഠയും അരക്ഷിതാവസ്ഥയും നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണ് കാണിക്കുന്നത്. നാം ദൈവത്തെക്കാൾ നമ്മുടെ പ്രശ്നങ്ങളെ വലുതാക്കി കാണുന്നു, ശരിയല്ലേ? എന്നാൽ അവിടുത്തെ സ്നേഹവും ശക്തിയും അനന്തമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ഭയങ്ങളും വേവലാതികളും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ നിയന്ത്രണങ്ങൾ വിട്ട് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് അത്ഭുതത്തോടെ കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ യുദ്ധങ്ങളും ജയിക്കാൻ കഴിവുള്ള ഒരു സർവ സൈന്യാധിപനാണ് നമ്മുടെ സ്നേഹപിതാവ്, നമ്മുടെ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. അവിടുത്തെ ശക്തിയിൽ വിശ്വസിക്കുക, അവിടുത്തെ സമാധാനത്തിൽ വിശ്രമിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.